ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അതുപോലെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സുഖത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചുള്ളതാണ്. ഞാൻ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ രീതിയാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഞാനൊരു ദിവസം രാവിലെ ഒരു 5 മണിക്കൊക്കെ ഉറക്കം എഴുന്നേറ്റാൽ ഉടൻ തന്നെ കിടക്കുന്ന ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൈ ഇങ്ങനെ 2 കൈ വെച്ച് ലക്ഷ്മി ദേവിയെയും അതുപോലെ നാരായണനെയും അതുപോലെ കുടുംബ പരദേവതയെയും ഞാൻ കയ്യിൽ സ്മരിച്ചുകൊണ്ട് പ്രപഞ്ചശക്തിക്ക് ഒരുപാട് നന്ദി പറയും. ഇന്നത്തെ ഒരു ശുഭദിനം എനിക്ക് തന്നതിന് എന്ന് വാഗൊണ്ട് തന്നെ പറയും. ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസത്തിന് നന്ദി പറയും. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. മാതാപിതാക്കൾക്ക് നന്ദി പറയും, ഗുരുനാഥന്മാർക്ക് നന്ദി പറയും, എന്നെ ഇതുവരെ സഹായിച്ചു കൊണ്ടിരുന്ന ഓരോ വ്യക്തികൾക്കും നന്ദി പറയും. എൻ്റെ ചലനശേഷിക്കും ബുദ്ധിശക്തിക്കും കേൾവിശക്തിക്കും കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ഞാൻ നന്ദി പറയും. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഞാൻ നന്ദി പറയും. കാരണം അവർ നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ വായുവിനും ജലത്തിനും ആകാശത്തിനും ഭൂമിക്കും എല്ലാം സർവ്വചരാചരങ്ങൾക്കും നന്ദി പറയും. താമസിക്കുന്ന വീടിന് നന്ദി പറയും. അതുപോലെ എനിക്ക് എന്തൊക്കെയാണോ നന്ദി പറയാൻ ഉൾപ്പെടുത്താൻ കഴിയുന്നത് അവയെല്ലാം കിടന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം മനസ്സിൽ പറയും. പറയാൻ പറ്റുന്നതാണെങ്കിൽ ചെറിയ സൗണ്ടിൽ പറഞ്ഞു തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഫ്രഷായൊക്കെ വന്നതിന് ശേഷം ദൈവത്തിന് മുന്നിൽ വന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. അതിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ എപ്പോഴും എന്നോടൊപ്പം നിൽക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ ഓരോരുത്തരുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ എന്നോടൊപ്പം നിൽക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത്. പിന്നെ ദൈവത്തിനെ പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം സൂര്യഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത് വെറും ഒരു ശ്ലോകം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഓം അർക്കസൂര്യ ദിവാകര ഭുവനത്രയത്തിനു നായക ഉൾക്കുരുന്നിലുദിക്ക നിൻ കൃപ എപ്പോഴും മമ ഭാസ്കര എന്ന് പറയുന്ന ആദിത്യ മന്ത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ സൂര്യഭഗവാനെ നമസ്കരിക്കുന്നത്. വലിയൊരു നമസ്കാരമെന്ന് പറയാൻ പറ്റില്ല, മനസ്സ് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സൂര്യ നമസ്കാരം. അതിനുശേഷം നമ്മുടെ പ്രധാന വാതിലിൽ പോയി, നമ്മുടെ പ്രധാന വാതിലിൽ ദ്വാര ദേവി ഇരിക്കുന്നുണ്ട്, ദേവതയുണ്ട് എന്നൊരു വിശ്വാസവും സങ്കല്പവും ഉണ്ട്. അതിനെ മനസ്സിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രധാന വാതിലിൽ കൈ 2 ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ദ്വാരദേവി, ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുന്ന ദ്വാരദേവിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കും, എൻ്റെ സ്നേഹം അറിയിക്കും, എൻ്റെ ആദരവും അറിയിച്ചുകൊണ്ട് ദ്വാരദേവി നമോസ്തുതേ എന്ന് പറയും. അത് കഴിഞ്ഞ് അഷ്ടദേവിമാർക്കും ആ വാതിലിൽ തൊട്ടുകൊണ്ട് തന്നെ അഷ്ടദേവിമാർക്കും ഞാൻ നന്ദി, എൻ്റെ താങ്ക്ഫുൾനെസ് പറയും. അത് കഴിഞ്ഞാണ് നേരെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ആദ്യമായി നമ്മൾ ചായയ്ക്ക് വയ്ക്കുന്ന വെള്ളം വയ്ക്കുമ്പോൾ മഹാഗണപതിയെ മനസ്സിൽ സ്മരിക്കും. അത് കഴിഞ്ഞ് അഗ്നിദേവനെ മനസ്സിൽ സ്മരിക്കും. അത് കഴിഞ്ഞ് അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ സ്മരിക്കും. അത് കഴിഞ്ഞ് പ്രപഞ്ചശക്തിക്കും മനസ്സിലുള്ള നന്ദി, ഈ ചായ എനിക്കിവിടെ വയ്ക്കാൻ കഴിഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചായ അടുപ്പിലേക്ക് വയ്ക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം അതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ പോകണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ്. നാളെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ നാളെ
നാളെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ജോലികളും ചെയ്യുമ്പോൾ പറ്റുന്ന പോലുള്ള കാര്യങ്ങൾ ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാ ജോലിക്ക് പതിവ് പോലുള്ള ജോലികളിലൊക്കെ പോകുന്നു. ആ വർക്കിന് പോകുന്നതിന് മുന്നേയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒറ്റ ടേക്കിൽ തന്നെ എല്ലാം എടുത്ത് എനിക്ക് നല്ല രീതിയിൽ കഴിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീണ്ടും സരസ്വതി ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോലും എടുക്കുന്നത്. മിക്കവാറും ഞാൻ ടോപ്പിക്സ് മനസ്സിൽ തലേദിവസം ഓർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് നേരിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യങ്ങൾ എഴുതി വെച്ചൊന്നും അല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറവുകളും പിഴവുകളും ഒക്കെ വരും. പക്ഷേ എന്നാലും ദൈവാനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പോൾ അടുത്ത് വൈകുന്നേരമായാൽ ഞാൻ നിലവിളക്കിൽ 2 തിരിയിട്ടാണ് സാധാരണ ദിവസങ്ങളിൽ വിളക്ക് കൊളുത്തുന്നത്. വിളക്ക് കൊളുത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വിശേഷ ദിവസങ്ങളിൽ 5 തിരിയിട്ട നിലവിളക്കാണ് ഞാൻ കൊളുത്തുന്നത്. അത് ഭദ്രദീപമാണല്ലോ. അപ്പോൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഞാൻ പ്രധാനമായി പറയുന്ന മന്ത്രം എന്ന് പറയുന്നത് ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദിവ്യ ജ്യോതിർ നമോസ്തുതേ എന്ന് പറയുന്ന നാമത്തോടുകൂടി തുടങ്ങി ഗണപതിയെ സ്മരിച്ചുകൊണ്ടുള്ള വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദ എന്ന് പറയുന്ന മഹാഗണപതി മന്ത്രം പറയും. പിന്നെ സരസ്വതി ദേവിക്ക് വേണ്ടി ഉള്ള സരസ്വതി ദേവിയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരയിഷ്യാമി സർവകാര്യേഷു സർവദ എന്ന് പറയുന്ന ആ ഒരു മന്ത്രവും ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ അന്നപൂർണേശ്വരി ദേവിയുടെ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥ്യം ഭിക്ഷാം ദേഹി ച പാർവതി എന്ന് പറയുന്ന മന്ത്രം പറയാറുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം മുരുക ഭഗവാൻ എൻ്റെ വിശാഖ നക്ഷത്രമാണ് എൻ്റേത്. മുരുക ഭഗവാന്റെ നക്ഷത്രവും വിശാഖമാണ്. മുരുക ഭഗവാനെ ഒരുപാട് ഞാൻ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ മുരുകൻ ഭഗവാന്റെ 6 മന്ത്രങ്ങൾ ഞാൻ ഓം സ്കന്ധായ നമഃ ഓം സുബ്രഹ്മണ്യായ നമഃ എന്ന് പറയുന്ന 6 മന്ത്രങ്ങൾ അത് നിത്യവും ജപിക്കാറുണ്ട്. പിന്നെ രാമനാമ മന്ത്രം അതില്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. രാമനാമ മന്ത്രം ജപിക്കാറുണ്ട്. പിന്നെ അറിയാവുന്ന വേറെ കുറേ മന്ത്രങ്ങളുണ്ട്. മഹാമൃത്യുഞ്ജയ മന്ത്രം അതൊക്കെ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധിനഃ ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷ്യമാമൃതാത് എന്ന് പറയുന്ന ആ മഹാമൃത്യുഞ്ജയ മന്ത്രം ഞാൻ പതിവായി ജപിക്കാറുണ്ട്. അങ്ങനെ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞാലാണ് അന്നത്തെ എൻ്റെ ദിവസത്തെ പ്രാർത്ഥന. പിന്നെ കിടക്കുന്നതിന് മുന്നേ അന്ന് കിട്ടിയ സൗഭാഗ്യങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും ശുഭചിന്തകൾക്കും ഞാൻ നന്ദി പറയാതെ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും നമ്മുടെ മനസ്സിലുള്ള പോസിറ്റീവ് ചിന്തകളും അതുപോലെ തന്നെ ഈശ്വര സാന്നിധ്യവും ഈ ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികളോട് നമുക്ക് തോന്നുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ കരുണ അല്ലെങ്കിൽ പ്രതിബദ്ധത അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധം അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നമ്മുടെ വാക്ചാതുരി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നാൻ ഒരു കാരണം ഇതൊക്കെ പ്രാർത്ഥനയിൽ കൂടി സാധ്യമായിരിക്കുകയാണ് എനിക്ക് എന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം, എനിക്ക് കിട്ടിയ മാതാപിതാക്കൾ, എന്നെ ചുറ്റിയിരിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് ദിവസവും കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്ന വായു, ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും ഒക്കെ എനിക്ക് തന്നത് എൻ്റെ പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും പ്രാർത്ഥന അനുഭവം എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിച്ചാൽ അതിൽ പരം സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ജീവിത വിജയത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണെന്ന് ഞാൻ പറയും. അവരവരുടെ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ജീവിതം വളരെ സന്തോഷപ്രദവും അതുപോലെ തന്നെ വിജയപ്രദവുമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുടർന്നും പ്രാർത്ഥനയുടെ വീഡിയോകൾ വളരെ വിശദമായി തന്നെ
ഞാൻ ഈ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് വിളക്ക് കൊളുത്തുന്നത്, ഞാൻ എങ്ങനെയാണ് വിളക്ക് കൊളുത്തുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്നിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ശുഭചിന്തകളും ശുഭകാര്യങ്ങളും മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാൻ കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും ആരോഗ്യമൊക്കെ കെയർ ചെയ്യുക. മഴ സമയമാണ്, കുട്ടികളെയൊക്കെ കെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും സ്വന്തം ഹെൽത്ത് നല്ല രീതിയിൽ ഓരോ വീട്ടമ്മമാരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ടേക്ക് കെയർ. ബൈ.